ഗുഡ് മോർണിംഗ് ഓൾ. ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏറ്റവും നിർണായകമായ ദിവസമാണ്. കാരണം ഇന്ന് ജൂൺ 4 ചൊവ്വാഴ്ചയാണ്. ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസമാണ്. 2.5 മാസം നീണ്ടുനിന്ന ലോക്സഭാ ഇലക്ഷന്റെ വിധി ഇന്നാണ് വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ വോട്ടെണ്ണൽ ലോകം ഉറ്റുനോക്കും. നമ്മുടെ മാർക്കറ്റുകൾക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഇടിഞ്ഞു, ഡോളർ ഇൻഡെക്സ് ഇടിഞ്ഞു, ഓയിൽ പ്രൈസുകൾ ഇടിയുകയുണ്ടായി. ഏതായാലും ഒരു സംശയവും കൂടാതെ നമുക്ക് പറയാൻ കഴിയും, ഇന്ന് വളരെ നിർണായകമായ ദിവസം തന്നെയാണ്. രാവിലെ 8 മണി മുതലാണ് വോട്ട് കൗണ്ടിംഗ് ആരംഭിക്കുന്നത്. കൂടാതെ ഇന്നത്തെ സെഷൻ നല്ല വോളറ്റൈൽ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സപ്പോർട്ടിനായിട്ട് വളരെ നേരത്തെ തന്നെ നമ്മൾ യൂട്യൂബ് ലൈവിൽ എത്താൻ ശ്രമിക്കുന്നുണ്ട്. 9:30 മുതലൊക്കെ തന്നെ നമുക്ക് യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് കമന്റ് ബോക്സിൽ ഇടാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് മാർക്കറ്റ് ന്യൂസിലേക്കാണ്. ആദ്യം അദാനി സ്റ്റോക്കുകൾ തന്നെയാണ് ഇന്നലെ വലിയ റാലിയിലേക്ക് പോയത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിന് തുടർച്ചയായ 3-ാം തവണയും അധികാരം ലഭിക്കുമെന്ന് പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇന്ത്യൻ കമ്പനികളുടെ വിശാല റാലിക്കിടെ 3 അദാനി സ്റ്റോക്കുകളാണ് ഇന്നലെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തത്. അദാനി പോർട്ട് ഷെയറുകൾ ഇന്നലെ 12.8% ഉയർന്നു. അദാനി പവർ 18% ഉയർന്നു. അംബുജ സിമന്റ് 7%, അദാനി എന്റർപ്രൈസ് 10%, അദാനി ഗ്രീൻ എനർജി 14% എന്നിങ്ങനെയാണ് ഉയർന്നത്. ആദ്യത്തെ വാർത്ത കല്യാൺ ജ്വല്ലേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. കാൻഡ്രയുടെ ബാക്കിയുള്ള 15% ഇക്വിറ്റി ഓഹരികൾ രൂപേഷ് ജെയിനിൽ നിന്ന് 42 കോടി രൂപയ്ക്ക് ജ്വല്ലറി കമ്പനിയായ കല്യാൺ ജ്വല്ലേഴ്സ് സ്വന്തമാക്കി എന്ന വാർത്തയാണ്. മറ്റൊരു കമ്പനി സി എന്റർടൈൻമെന്റ് എന്റർപ്രൈസസ് ആണ്. ഇക്വിറ്റി ഷെയറുകൾ വഴിയും എലിജിബിൾ സെക്യൂരിറ്റികൾ വഴിയും ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ജൂൺ 6 ബോർഡ് യോഗം ചേരും. മറ്റൊരു കമ്പനി ബയോകോൺ ആണ്. മിക്കാഫുഞ്ചിൻ 50 mg 100 mg കുത്തിവെപ്പ് മരുന്നുകൾക്ക് US FDA-യിൽ നിന്നും അംഗീകാരം കമ്പനിക്ക് ലഭിച്ചു എന്ന പോസിറ്റീവായിട്ടുള്ള വാർത്ത. മറ്റൊരു കമ്പനി RVNL ആണ്, റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്. കമ്പനിക്ക് സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ നിന്നും ഒരു പുതിയ ഓർഡർ ലഭിച്ചു. 440 കോടി രൂപയുടേതാണ് ഓർഡർ. മറ്റൊരു കമ്പനി കോൺസ്റ്റലിക് എഞ്ചിനീയേഴ്സ് ആണ്. കമ്പനിക്ക് 614 കോടി രൂപയുടെ ഓർഡറാണ് ലഭിച്ചത്. മറ്റൊരു കമ്പനി MOIL ലിമിറ്റഡ് ആണ്. 2024 മെയ് മാസത്തിൽ 2.15 ലക്ഷം ടൺ മാഗ്നീസ് ഓർ പ്രതിമാസ വിൽപ്പന കമ്പനി രേഖപ്പെടുത്തി. 2023 മെയ് മാസത്തേക്കാൾ 41% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് MOIL ലിമിറ്റഡ് ഫോക്കസിലുണ്ടാകുന്ന ഒരു കമ്പനി തന്നെയാണ്. അടുത്തത് ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് സി എന്റർടൈൻമെന്റ് ആണ്. ഇനി ഇന്നത്തെ കാര്യത്തിലേക്ക് വന്നാൽ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്. കാരണം ഇന്ന് റിസൾട്ട് വരുന്ന ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധാപൂർവം ട്രേഡ് എടുക്കുക. ഇന്ന് രാവിലെ 9:30 മുതൽ 3:30 വരെ നമ്മൾ യൂട്യൂബ് ലൈവിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായും നമ്മുടെ ചാനൽ കാണാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ലൈവ് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിൽ ഇന്ത്യൻ മാർക്കറ്റുകൾ കുതിച്ചുയർന്നു. എല്ലാ ഫ്രണ്ട് ലൈൻ ഇൻഡീസസും പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. PSE ബാങ്കുകളും അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളും തന്നെയാണ് വലിയ നേട്ടമുണ്ടാക്കിയത്. BSE ലിസ്റ്റഡ് കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ റെക്കോർഡ് ഹൈയിൽ, അതായത് 14.25 ലക്ഷം കോടി രൂപയിലെത്തി. ടോപ്പ് PSU ഗെയിനർ ആയത് കോൺകോർ ആണ്, 10% ഉയർന്നു. നിഫ്റ്റിയിലേക്ക് ഇന്നലെ 23,263 733 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. പുതിയ ഓൾ ടൈം ഹൈ 23,338 ആണ്. പ്രീവിയസ് സ്വിംഗ് ഹൈയിൽ നിന്നും ഇന്നലെ രാവിലെ ഒരു ബ്രേക്ക്ഔട്ട് ലഭിച്ചു. ഡെയിലി ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ പോസിറ്റീവ് ക്രോസ് ഓവർ തന്നെയാണ് കാണിക്കുന്നത്. പ്രൈസും മൊമെന്റം ഇൻഡിക്കേറ്ററും കാണിക്കുന്നത് റാലി തുടരും എന്നത് തന്നെയാണ്. നിഫ്റ്റിയിൽ ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുള്ളത് 23,100 മുതൽ 23,000 വരെയുള്ള ലെവലാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 23,500 പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. വളരെ കോഷ്യസ് ആയി ട്രേഡ് ചെയ്യേണ്ട ദിവസങ്ങളാണ് ഇതൊക്കെ. കാരണം ഇന്ന് റിസൾട്ട് ഡേ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഫ്ലക്ച്വേഷൻസ് മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അഗ്രസീവായി ട്രേഡ് എടുക്കാതെ ശ്രദ്ധാപൂർവ്വം ട്രേഡ് എടുക്കേണ്ട സമയമാണിത്. അടുത്തത് നിഫ്റ്റിയിൽ ഇന്നലെ ഉണ്ടായ ഡേ ക്യാൻഡിൽ ഒരു ഹാങ്ങിങ് മാൻ ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇതൊരു റിവേഴ്സൽ ക്യാൻഡിൽ ആണെങ്കിലും ഇപ്പോഴത്തെ ഇലക്ഷന്റെ ഈ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ തന്നെയാണ് കൂടുതലുള്ളത്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 22,250 സ്ട്രൈക്കിൽ 3,708% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. നല്ല ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ 149% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം.
23,200 സ്ട്രൈക്കിൽ 1440% വർധനവ് കാണാം. ലോങ് ബിൽഡപ്പ് തന്നെയാണ് പുട്ട് സൈഡിൽ. കോൾ സൈഡിലേക്ക് വന്നാൽ 141% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തത് 23,300 സ്ട്രൈക്കിൽ 1193% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പ് പുട്ട് സൈഡിലുണ്ട്. കോൾ സൈഡിൽ 159% വർധനമാണ് കാണുന്നത്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലും ഉള്ളത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സൈഡ് തന്നെയാണ് വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം. മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ശക്തിയുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നു. അടുത്തത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം 24,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്, അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 23,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്, അതിനുശേഷം 23,000 സ്ട്രൈക്കിലും അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,500, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000. ഇന്നലെ മാർക്കറ്റിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചത് ബാങ്ക് നിഫ്റ്റി തന്നെയായിരുന്നു. 4% ഇന്നലെ ബാങ്ക് നിഫ്റ്റി ഉയർന്നത്. 50,979 ഇന്നലെ ക്ലോസ് ചെയ്യുന്നതും. ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ലെവലായ 51,133 എന്ന ലെവൽ ഇന്നലെ ടച്ച് ചെയ്തിരുന്നു. പോസിറ്റീവ് മൂവ്മെന്റ് തുടരാൻ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ സാധ്യതയുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിലും സൂചിപ്പിക്കുന്നത് ലോവർ ലെവലിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുള്ളത് അപ് സൈഡിൽ 51,000, ഡൗൺ സൈഡിൽ 50,000 തന്നെയാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം 52,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്, അതിനുശേഷം 51,000 സ്ട്രൈക്കിലും അതിനുശേഷം 50,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 49,000 സ്ട്രൈക്കിലാണ്, അതിനുശേഷം 50,000 സ്ട്രൈക്കിലും അതിനുശേഷം 50,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,000. ഇന്ത്യ വിക്സ് വലിയ രീതിയിൽ തന്നെ ഇന്നലെ ഇടിയുകയുണ്ടായി. 20 റേഞ്ചിലേക്ക് ഇന്ത്യ വിക്സ് തിരികെ എത്തി. 20.94-ൽ 14.90% ഇന്നലെ ഇടിഞ്ഞത്. നിരവധി സ്റ്റോക്കുകളാണ് ഇന്നലെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്. അത്തരത്തിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്വിംഗ് സ്റ്റോക്കുകളിലേക്കാണ്. NCC ഫെബ്രുവരി 27-ന് 263 എൻട്രി എടുക്കുന്നത്. 314 വരെയാണ് അപ്പായത്. ഏറ്റവും കൂടുതൽ ശതമാനം ഇൻക്രീസ് ആയ ഒരു സ്റ്റോക്ക് കൂടിയായിരുന്നു ഇത്. 16.2% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു നല്ല പ്രോഫിറ്റിലേക്ക് വന്ന ഒരു സ്റ്റോക്ക്, അതും ചുരുങ്ങിയ ദിവസം കൊണ്ട്, അദാനി ടോട്ടൽ ഗ്യാസ് ആയിരുന്നു. മെയ് 31-നാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. 1016-ൽ 1190 വരെയാണ് അപ്പായത്. 14.6% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് നല്ല പ്രോഫിറ്റിലേക്ക് വന്നത് അശോക മെറ്റ്കാസ്റ്റ് ആയിരുന്നു. മെയ് 30-നാണ് 22.1 എന്ന നിലയിൽ എൻട്രി എടുക്കുന്നത്. 25.5 വരെയാണ് അപ്പായത്. 13.3% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് ത്രിവേണി ടർബൈൻസ് ആയിരുന്നു. മെയ് 31-ന് 591-ലാണ് എൻട്രി എടുക്കുന്നത്. 676 വരെ അപ്പായി. 12.6% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് സോന ക്യാംസ് ആയിരുന്നു. മെയ് 15-ന് 605-ലാണ് എൻട്രി എടുത്തത്. 676 വരെ അപ്പായി. 12.6% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുന്നത്. അടുത്ത സ്റ്റോക്ക് ഇന്ത്യൻ ബാങ്ക് ആയിരുന്നു. മെയ് 21-ന് 569-ൽ എൻട്രി എടുത്തു. 632 വരെ അപ്പായി. 10% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ക്യാപ്സ്റ്റൺ ആയിരുന്നു. മെയ് 30-ന് 338-ൽ എൻട്രി എടുത്തു. 368 വരെ അപ്പായി. 8.2% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ബ്രിഗേഡ് ആയിരുന്നു. മെയ് 23-ന് 1274-ൽ എൻട്രി എടുത്തു. 1386 വരെ അപ്പായി. 8.1% പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് NBCC ഫെബ്രുവരി 24-ന് 145.5-ൽ നിന്നും 156 വരെ അപ്പായി. 6.7% പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ഫൈസർ ആയിരുന്നു. ഫെബ്രുവരി 28-ന് 4540-ൽ എൻട്രി എടുത്ത് 4824 വരെ അപ്പായി. ഏകദേശം 5.9% പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് ഹൊനാസയായിരുന്നു. ഏപ്രിൽ 23-ന് 433-ലാണ് എൻട്രി എടുത്തത്. 460 വരെ അപ്പായി. 5.9% പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ഉഷ മാർട്ട്. മെയ് 28-ന് 638-ൽ നിന്നും 382 വരെ അപ്പായി. 3.7% പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് അദാനി ഗ്രീൻ എനർജി ആയിരുന്നു. മെയ് 11-ന് 1968-ൽ എൻട്രി എടുത്തു. 2042 വരെയാണ് അപ്പായത്. 3.6% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് HDFC AMC ആയിരുന്നു. ഫെബ്രുവരി 27-ന് 4049-ൽ നിന്നും 4186 വരെ അപ്പായി. 3.3% നമുക്ക് പ്രോഫിറ്റായി ഈ സ്റ്റോക്കിൽ നിന്നും ലഭിച്ചു. അടുത്തത് അംബുജ സിമെന്റ് ആണ്. മെയ് 23-ന് 652-ൽ എൻട്രി എടുത്തു. 676 വരെ അപ്പായി. 3.6% നമുക്ക് സ്റ്റോക്കിൽ പ്രോഫിറ്റായി ലഭിച്ചു. F&O സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് DLF 800 CE ആയിരുന്നു. മെയ് 31-നാണ് പറഞ്ഞത്.
820 എൻട്രി എടുക്കുന്നത്. 873 വരെ അപ്പായി 6.1% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകൾ മാത്രമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒത്തിരിയേറെ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ ഇവിടെ എടുത്തു പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പറയുന്ന സ്വിംഗ് സ്റ്റോക്ക് മഹാരാഷ്ട്ര ബാങ്കാണ്. 72.55 ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 78 ആണ്. നമ്മുടെ ക്യാപിറ്റലിന്റെ 10 മുതൽ 15% വരെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയി വെക്കാവുന്നതാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIs 6850 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DIs ആവട്ടെ 1913 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ക്യാഷ് മാർക്കറ്റിൽ അവർ വീണ്ടും ബൈയിങ്ങിലേക്ക് തിരികെ എത്തുന്നു എന്നത് വളരെ പോസിറ്റീവായി തന്നെ കാണാം. US മാർക്കറ്റിലേക്ക് അസ്ഥിരമായ ഒരു സെഷനിൽ തിങ്കളാഴ്ച S&P 500ഉം നാസ്ഡാക്കും ഉയരുകയുണ്ടായി. എന്നാൽ ദുർബലമായ മാനുഫാക്ചറിംഗ് ഡാറ്റയെ തുടർന്ന് ഡൗ ജോൺസ് ഇന്നലെ ഇടിഞ്ഞു. അതുകൊണ്ട് തന്നെ മാർക്കറ്റുകൾ ഇന്നലെ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് 0.56% ഉയർന്നപ്പോൾ S&P 500 0.11% ഉയർന്നു. ഡൗ ജോൺസ് 0.30% ഇടിയുകയും ചെയ്തു. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സാങ്കേതിക തകരാറുകൾ കാരണം നിരവധി ഓഹരികളുടെ വ്യാപാരം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ഇന്നലെ പുറത്തുവന്ന US മാനുഫാക്ചറിംഗ് ഡാറ്റയിലേക്ക് സാമ്പത്തിക വളർച്ച ദുർബലമാകുമെന്ന ആശങ്കകൾ ഉയർത്തിക്കൊണ്ട് തുടർച്ചയായ 2ാം മാസവും US ഉൽപാദന പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായതായി ഇന്നലെ പുറത്തുവന്ന ഡാറ്റകൾ കാണിക്കുന്നു. അടുത്തത് CME ഫെഡ് വാച്ച് ടൂൾ പ്രകാരം ഇപ്പോൾ സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ 53%. ഇതുകൂടാതെ US എക്കോണമിയിൽ ഇപ്പോൾ പോസിറ്റീവായി കാണാൻ കഴിയുന്നത് US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഇന്നലെ 2 ആഴ്ചത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ഇപ്പോൾ ഉള്ളത് 4.40-ലാണ്. ഡോളർ ഇൻഡെക്സും 104ലേക്ക് ഇടിഞ്ഞു. Nvidia ഷെയറുകൾ ഇന്നലെ 4.9% ഉയർന്നു. ഇന്ന് പുറത്തു വരുന്ന ഡാറ്റകൾ ജോബ് ഓപ്പണിംഗ്സും ഫാക്ടറി ഔട്ട്പുട്ട് ഡാറ്റയുമാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ഇൻഫോസിസ് ടെക് സൈഡിൽ 0.60% ഉയർന്നു. വിപ്രോ 2.33% ഉയർന്നത്. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്കും HDFC ബാങ്കും 5% മുകളിലാണ് ഉയർന്നത്. മേക്ക് മൈ ട്രിപ്പ് 3.20% ഉയർന്നപ്പോൾ ഡോക്ടർ റെഡ്ഡി 1% മുകളിൽ നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റുകൾ. ഡൗ ജോൺസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. S&P 500 0.06% നേട്ടത്തിൽ. നാസ്ഡാക്ക് 0.07% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ വിപണി. ഇന്നലെ ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം UK മാർക്കറ്റ് ഒഴികെ എല്ലാവരും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.60% നേട്ടത്തിൽ. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.06% നേട്ടത്തിൽ. UK മാർക്കറ്റ് FTSE 0.15% ഇടിഞ്ഞുമാണ് ഇന്നലെ ട്രേഡ് ചെയ്തത്. സ്റ്റോക്ക് 600 0.65% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ സ്റ്റോക്കുകൾ 1.74% ഇന്നലെ ഉയർന്നു. ഹെൽത്ത് കെയർ സ്റ്റോക്കുകളാണ് 0.55% ഇടിവ് അവിടെ നേരിട്ടത്. ഈ വ്യാഴാഴ്ചയാണ് പോളിസി മേക്കേഴ്സ് യോഗം ചേരുന്നത്. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് പരക്കെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.02% നേട്ടത്തിലും, CAC 0.01% നേട്ടത്തിലും, FTSE 0.04% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ. ഇന്ന് ഫോക്കസിലുള്ളത് ഇന്ത്യൻ മാർക്കറ്റുകൾ തന്നെയാണ്. ലോക്സഭ ഇലക്ഷൻ റിസൾട്ടാണ് ഇന്ന്. അതുകൊണ്ട് ഏഷ്യൻ മാർക്കറ്റുകൾ ഉറ്റുനോക്കുന്നത് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തന്നെയായിരിക്കും. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് 23,555 ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത്. അതായത് 88 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6:55. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നമുക്ക് 140 മുതൽ 150 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് 0.75% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. സിംഗപ്പൂർ മാർക്കറ്റ് 0.11% ഇടിവിൽ. തായ്വാൻ മാർക്കറ്റും 0.11% തന്നെ ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് 0.52% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ. പ്രതിദിനം 2.2 ദശലക്ഷം ബാരൽ എന്ന തോതിൽ സ്വമേധ്യ ഉൽപാദനം വെട്ടിക്കുറയ്ക്കാനുള്ള പദ്ധതികൾ OPEC പ്ലസ് പ്രഖ്യാപിച്ചതിനാൽ തിങ്കളാഴ്ച ക്രൂഡ് ഓയിൽ 3% ഇടിയുകയുണ്ടായി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $78.07 പെർ ബാരൽ എന്ന നിലയിലാണ്. 78ലേക്കാണ് ബ്രന്റ് ഇടിഞ്ഞിരിക്കുന്നത്. 0.06% ഇടിവിലാണ്. WTI ഉള്ളത് 73.96 എന്ന നിലയിലാണ്. 0.35% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഷെയർ ചെയ്ത വാർത്തകളെല്ലാം ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNN എന്നീ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.